ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം നവമസ്കന്ധം. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. തത്തേ വരികരികത്തിരുന്നോമലേ ചിത്തം തെളിഞ്ഞിനിയും പറഞ്ഞിടടോ മുക്തിപ്രദം മുനിവൃന്ദനിഷേവിതം ഭക്തിഗമ്യം പരമാനന്ദസാധനം നിത്യമാനന്ദസിദ്ധം പരമാമൃതം വക്തും വിഷയമല്ലാതൊരവ്യക്തകം ചിൽ സ്വരൂപപ്രമാണം ഗുരുപ്രേരിതം തത്വമൻചിത്തേ ദൃഢീകരിച്ചിന്നു ഞാൻ. ശുദ്ധാത്മന മതിസ്വസ്ഥനായേനിനി മുക്തിയൊഴിഞ്ഞൊരു കാംക്ഷയുമില്ലട്ടോ. നല്ലതല്ലാർക്കും വരുത്തുവാനുള്ളതു ചൊല്ലാമതിനിടയുള്ള കാലാന്തരാൽ. നല്ലതേതെന്നറിവാനും പണിതുലോം നല്ലവർ ചൊന്നതു നല്ലതെന്നാകയാൽ നല്ലവണ്ണം കേട്ടുകൊൾകിനെല്ലാവരും. ഇളാവൃത്തം. ചൊല്ലുന്നിതു നവമം കൊണ്ടു കേവലം ചൊല്ലഴുമീശാന സൽക്കഥാനീതികൾ തുല്യരാമീശന്മാരായതു ഭൂവരർ എല്ലാം പുനരതിലേഴാമതിന്നെഴും വൈവസ്വതമനുവംശവിസ്താരങ്ങൾ ചൊൽവനിവിടെ ജഗന്മയനാകിയ നാരായണനുടെ നാഭിസരോജത്തിൽ ആരൂഢമോദേന വന്നുളനാകിയ സാരസസംഭവൻ തൻ മനസ്സിങ്കൽ നിന്നാറു തപോധനരുണ്ടായി ചമഞ്ഞതിൽ മുന്നേവനായ മരീചിക്കു കശ്യപൻ നന്ദനനായി ചമഞ്ഞാനവൻ തന്നെ വല്ലഭമാർ 13 പേരായതിൽ മല്ലവിലോചനയാകും അതിഥി താൻ പെറ്റുള്ളവരിൽ വിവസ്വാനുനന്ദനൻ കുറ്റമൊഴിഞ്ഞു വൈവസ്വതനെന്നു പേർ പെറ്റ മനുപ്രവരോത്തമനെത്രയും ചുറ്റമിയെന്നു വേട്ടിയിടിനാൻ ശ്രദ്ധയെ. ദമ്പതിമാരൊരുമിച്ചു സുഖിച്ചതി സംപ്രീതരായി വസിച്ചിടിനാരന്വഹം. സന്തതിയില്ലായ്കയാൽ പരിതാപവുമന്തർമനസി വളർന്നവനന്നുടൻ പുത്രനുണ്ടാവതിനായിക്കൊണ്ടു താൻ മുതിർന്നുത്തമ ദേശികനെ കൊണ്ടു സാദരം മിത്രാവരുണന്മാരെ യജിപ്പിച്ചതി ഭക്ത്യാ മുദാ പരിവർത്തിച്ചിരുന്ന നാൾ. പുത്രിയെ പ്രാർത്ഥിച്ചൊരിക്കൽ സമയകേ ശ്രദ്ധയും ഹോതാവിനോടാശു ചൊല്ലിനാൾ. ഹോതാവതിനനുസാരിയായി നിൽക്കയാൽ ജാതയായുള്ളൊരു കന്യകാരത്നവും പേരവൾക്കങ്ങിളയെന്നായി ചമഞ്ഞതിപ്പാരിലീവണ്ണം ഭവിപ്പതിനെന്തൊരു കാരണം. പുത്രാർത്ഥമായി ചെയ്ത കർമ്മവും നേരെ വിപരീതമായതെന്തെന്നവൻ ദേശികൻ തന്നെ തൊഴുതു ചോദിച്ചു. ഭൂമീശനും സൂക്ഷ്മം ഗ്രഹിച്ചു വസിഷ്ഠനും പുംസ്ത്വം ഭഗവത് പ്രസാദേന ചേർത്തുകൊണ്ടാസ്തയാ സൗഖ്യം വളർത്തിരുന്നിടിനാൻ. സുദ്യുമ്നനെന്നു പേർ പെറ്റുകൊണ്ടാനുടനെത്രയും ഇഷ്ടനായാൻ മനുവീരനും. അന്നൊരു നാൾ മൃഗയാവിവശേന താൻ ചെന്നു മഹാമേരു തന്നുട സന്നിധൗ. പിന്നോടുരുമ്പും കുമാരൻ മഹാവനം തന്നിലെങ്ങും തഥാ സഞ്ചരിക്കും വിധൗ. പിന്നെയും
പെണ്ണായി ചമഞ്ഞാനിതെന്തു ഞാനെന്നവനേറ്റം പരവശപ്പെട്ടുടൻ. നിന്നുഴുന്നാനതിനുണ്ടൊരു കാരണം. മുന്നമൊരു ദിനം ഈശ്വരി ശങ്കരി പന്നഗഭൂഷണനോടൊരുമിച്ചുടൻ നന്നായിരതിക്രീഡയാമരുവും വിധൗ ചെന്നാർ മുനികൾ മഹേശനെ കാൺമതിൻ നന്നിലത്തസമയം ഗ്രഹിക്കായ്കയാൽ പെട്ടെന്ന് ഋഷികളെ കണ്ടു മഹേശ്വരി ഇഷ്ടരതിഭംഗവും വന്നു സംഭ്രമാൽ ലജ്ജയും പൂണ്ടുടുത്തിടിനാൾ വസ്ത്രവും നിർജ്ജരതാപസന്മാരതു കണ്ടുടൻ പോയാർ ബദര്യാശ്രമത്തിനു സത്വരം. ഭൂയ ശപിച്ചരുളിടിനാളീശ്വരി, ഇന്നു തൊട്ടിങ്ങിവിടത്തിൽ വരുന്നവൻ പെണ്ണായി വരികയെന്നഞ്ജസാ കേവലം. തന്നുള്ളിലക്കഥ താനറിയാതെ പോയി ചെന്നുടൻ പെണ്ണായി ചമഞ്ഞു സുദ്യുമ്നനും. നിന്നുഴന്നേറ്റം ജളത പിണഞ്ഞവൻ വന്നു മടങ്ങി നടന്നു പോരും വിധൗ മധ്യേ ബുധൻ കണ്ടു മുഗ്ധാംഗി തന്നിലങ്ങുൾത്തൂർന്ന രാഗം കലർന്നു പരവശാൽ ഭാര്യയായിക്കൊണ്ടാനവൾ പെറ്റവനന്നു വീരനൃപനുളനായാൻ പുരൂരവാ സോമാന്വയത്തിങ്കലാദിരാജാവൻ. കാമിനിയായോരിളയുമനന്തരം തൽക്കുലാചാര്യനായുള്ള വസിഷ്ഠനോടക്കഥയെല്ലാം അറിയിച്ചു ഖിന്നയായി നിൽക്കുന്നളവിൽ മുഴുത്ത കൃപയോടും ഉഗ്രനെ കൂപ്പി സ്തുതിച്ചു വസിഷ്ഠനും. സുദ്യുമ്നനാമിളപുംസ്ത്വമുപേക്ഷിച്ചു ഭക്ത്യാ വണങ്ങി നിൽക്കുമ്പൊഴുതീശ്വരൻ തന്നുടെ കോപവും ദേവി തൻ ശാപവും വന്നു സേവിക്കും വസിഷ്ഠാഭിലാഷവും അന്യഥാത്വം വരായ്വാനുപായാർത്ഥമായൊന്നരുൾ ചെയ്താനിതു കേൾ മഹാമതേ. മാസങ്ങളോരോന്നിടയിട്ടിടയിടവാസമുണ്ടാം പുമാനായി നീയെങ്കിലോ പോയാലുമെന്നയച്ചാനിന്ദുശേഖരൻ പോയാനിളയോടു കൂട്ട വസിഷ്ഠനും. നാഥനരുൾ ചെയ്ത വണ്ണമനന്തരം മാസമിടയിട്ടു പൂരുഷനായിച്ചിരം അങ്ങനെ വാഴുന്ന കാലത്തവനുടനങ്ങുൽക്കലനും ഗയനും വിമലനും നന്ദനന്മാരുളരായാരിളനന്നു നന്ദിച്ചിരുന്നു സുഖിച്ചിതു കേവലം. മന്നവൻ വൈവസ്വതനും യമുനയിൽ നിന്നു 100 തപസ്സു ചെയ്തിടിനാൻ. പന്നഗശായിനം ധ്യാനിച്ചു സന്തതി പിന്നെയും പ്രാർത്ഥിച്ചു പുത്രകാമേഷ്ടിയും നന്നായഴകോടു ചെയ്തിരിക്കുന്ന നാൾ. നന്ദനന്മാരുളരായിനാർ 10 പേർ ഇക്ഷ്വാകുവും ദൃഗൻ ശര്യാതിദിഷ്ടനും ദൃഷ്ടൻ കരൂഷകനും നരിഷ്യന്തനും നാഭാഗനും പൃഷധ്രൻ കവിയെന്നവർ ശോഭയാ 10 പേർ വന്നുളരായതിൽ. 8ാമനായ പൃഷധ്രൻ ഗുരുവിനങ്ങിഷ്ടമായി വിദ്യ പഠിച്ചു തന്നന്തികെ. നിത്യമിരിക്കുന്ന കാലമൊരു ദിനം തത്ര രാത്രോ ഗുരുവിൻ പശുക്കൂട്ടത്തിൽ പുക്കുവ്യാഘ്രം പിടിച്ചാൻ പശുവൊന്നിനെ. വ്യഗ്രം കലർന്നലറി പശുവും തഥാ. ആർത്തനാദം കേട്ടു രാത്രോ പൃഷധ്രനും ശീഘ്രം പുറപ്പെട്ടു വാളുമായി ചെന്നുടൻ വെട്ടിനാൻ കൂരിരുട്ടത്തു ചെവിയറ്റു പെട്ടെന്നു ശാർദൂലവും പാഞ്ഞുപോയിനാൻ. തൽക്കരവാളതേറ്റു പശുക്കഴുത്തുൾക്കാമ്പിൽ വ്യാഘ്രമെന്നോർത്തു നൃപാത്മജൻ പോനിങ്ങു വന്നു കിടന്നുറങ്ങിയിടിനാൻ. ആംനായ സാരാർത്ഥമൂർത്തി ദിവാകരൻ താനുദിക്കുമ്പൊഴതങ്ങു ചെന്നഞ്ജസാ മാനവേന്ദ്രാത്മജനാഹന്ത തന്നുടവാളേറ്റു തൽക്കഴുത്തറ്റു ധരണിയിൽ. ചീലേ മരിച്ചു കിടന്ന പശുവിനെ കണ്ടു പരിതാപത്തോടു പൃഷധ്രനങ്ങിണ്ടൽ മുഴുത്തു വിവശനായേറ്റവും മന്ദനായി നിന്നുഴന്നേറ്റം നിരൂപിച്ചു. തന്നുള്ളിലാമാറുറപ്പിച്ചു സാമ്പ്രതം ബ്രഹ്മചര്യം ധരിച്ചീശ്വരോപാസനം ധർമ്മേണ ചെയ്തു
പുരുഷാർത്ഥവും മുതാ സാധിച്ചു കൊണ്ടാൻ. കവിയും വിരക്തനായാതോ ഭഗവതുപാസനാശീലനായി കാരണനാകിയ നാരായണൻ പദാംഭോരുഹമവ്യയം ചേർന്നുകൊണ്ടിട്ടിനാൻ. വീരരായുള്ള കരൂഷകന്മാരതിശൂരരാം ബാഹുജവീരരുലകത്തിൽ കാരൂഷരായതു ധൃഷ്ടവംശത്തിയിപ്പാരതിൽ ധാർഷ്ടരെന്നുണ്ടു ചൊല്ലിയിടുന്നു. മിക്കവാറും ബഹുബ്രാഹ്മണർ പോലവർ ഉൾക്കാമ്പിലാന്മാരറിക നൃഗനുടെ പുത്രൻ സുമതി പുനരവൻ തന്നുട പുത്രനായി ഭൂതജ്യോതിർവസുപ്രതീകൻ തസ്യ കുമാരകനോഘവാനോഘവത്യാഖയം കേൾനരിക്ഷ്യന്തനും കേവലം. തസ്യ കുമാരകനോഘവാനോഘവത്യാഖ്യയം കേൾനരിക്ഷ്യന്തനും കേവലം. ചിത്രസേനാഖ്യനാം പുത്രനുണ്ടായഥ തത്ര ദക്ഷാദികളുണ്ടസംഖ്യാന്വയം. അഗ്നിവേശ്യായനനാകിയ ഭൂസുരേന്ദ്രാദ്യാന്വയമവസാനം പറയുന്നു. ദിഷ്ടനു നന്ദനൻ നാഭാഗനെത്രയും ഇഷ്ടനവന്നു ഭളന്തനനന്ദനൻ വത്സനവന്നു സുതൻ തതഃപ്രാംശുവും തൽസുതനാകും പ്രമദേഖനിത്രനും. തൽസുതൻ ചാക്ഷുഷൻ പിന്നെ വിവിംശതി തൽസുതൻ രംഭൻ ഖനിനേത്രനും ക്രമാൽ. തൽസുതനല്ലോ കരന്ധമൻ തൽസുതനായതു വീക്ഷിത്തു പോലുടൻ. തൽസുതനല്ലോ മരുത്തനവൻ സുതൻ എത്രയുമേറ്റം പ്രസിദ്ധൻ ദമനധ. തൽസുതൻ രാജ്യപ്രവർദ്ധനനായതു തൽസുതനല്ലോ സുധൃതിയാകുന്നവൻ. തൽസുതൻ പോൽ നരൻ കേവലൻ ബിന്ദുമാൻ തൽസുതൻ വേഗവാനങ്ങവൻ തൽസുതൻ. ബന്ധുവവന്നു തൃണബിന്ദു നന്ദനൻ ബിന്ദുമാൻ തന്നുട നാലാമനാമവൻ. മുമ്പിലംബുസയെന്നു പേരായൊരു ശംഭാസമാങ്കിയാമപ്സരസ്ത്രീമണി വന്നു ചേർന്നിടിനാളന്നവൾ തന്നിലങ്ങന്യൂനരാഗം കലർന്നു നരവരൻ തന്നുട നന്ദനയായുളവായിതു കന്യകയായോരിളിബിളയെന്നവൾ. പിന്നെ വിശാലാദി 3 സുതന്മാരുമുന്നതനാമവനുണ്ടായിതഞ്ജസ എന്നതിൽ വിശ്രവസിന്യ അങ്ങിളിവിളം തന്നിൽ നിന്നങ്ങുളനായാൻ ധനേശനും. ചെമ്മേ വിശാലജൻ പോൽ ഹേമചന്ദ്രനാം നിർമ്മലൻ തന്മകൻ ധൂമ്രാക്ഷനായതും. സംയമനും സഹദേവൻ കൃശാശ്വനും സോമദത്താഖ്യൻ ക്രമേണ സുമതിയും. ഭൂമിപദേ ജനമേജയൻ താനുമുൾപ്രേമാൽ ക്രമാദിഷ്ടവംശസംഭൂതകർകൾ ശര്യാതിമുന്നം സുകന്യകയെന്നു പേരായ തനൂജയാ ചെന്നു വനാന്തരം. പുക്കുകൊണ്ടച്ചവനാശ്രമം പ്രാപിച്ചു നിൽക്കുന്നളവൊരു പുറ്റിൻ പ്രശോഭകൾ. ദൃഷ്ടാഭികണ്ഡകാഗ്രേണ കുത്തുമ്പൊഴുതൊട്ടാശകൾ വിളങ്ങിടുമാറങ്ങതിൽ നിന്നുളനായ മുനീന്ദ്രൻ ചെവനനാകുന്നതവന്നു കൊടുത്താൻ സുകന്യയെ. തമ്മിലന്യോന്യാനുരാഗവശേന സൗരമ്യാശയാ വസിച്ചിടിനാറന്വഹം. അന്ന് സൗന്ദര്യവും യൗവനപൂരവും വന്നുകൂടും വണ്ണം ദമ്പതിമാർക്കളെ നന്നായനുഗ്രഹിച്ചശ്വിനീ ദേവകൾ. പിന്നെയവരോടു കൂട്ടവേ സാദരം മന്നവൻ ശര്യാദി ദിഗ്വിജയം ചെയ്തു നിന്നുകൊണ്ടിന്ദ്രനെയും ജയിച്ചഞ്ജസാ ചെയ്ത യാഗത്തിങ്കലങ്ങു പോയിച്ചെന്നൊരു കൈതവമെന്നിയെ നാസത്യന്മാരവർ. ചെമ്മേ മുതിർന്നു യാഗഹവിർഭാഗവും സമ്മതിച്ചും കൊടുത്തങ്ങെഴുന്നള്ളിനാർ. നിത്യമുത്ഥാനബർഹിസ്സുമാനർത്ഥനും തത്രൈവ ഭൂരിഷേണാഖ്യനുമിങ്ങനെ പൃഥ്വീതലത്തിലശ്ചര്യാദിജരുളരെത്രയും കീർത്തി ചേർത്താരാത്രിനന്ദനർ. രേവതനന്ദനരന്നൊരു 100 പേരാവിർഭവിച്ചാർ കുകുത്മ്യാദിപുത്രന്മാർ കേവലം. പിന്നെ അവനൊരു പുത്രിയും രേവതി എന്നുളവായാൾ അവളുടെ ഭർത്താവൊരുത്തൻ സദൃശനായുള്ളതാരീ ത്രിലോകത്തിങ്കലെന്നുള്ളതഞ്ജസ. പത്മോദ്ഭവനോടു ചോദിപ്പതിന്നു ഞാൻ
പത്മോദ്ഭവനോടു ചോദിപ്പതിന്നു തൻ പുത്രിയെയും കൊണ്ടു ചെന്നങ്ങു നിന്നവൻ. ചോദിച്ചറിഞ്ഞനേകങ്ങൾ ചതുർയുഗം മോദിച്ചു പാർത്തു ബലനു നൽകിയിട്ടിനാൻ. അംബരീഷചരിതം. പിന്നെ നാഭാഗനു നന്ദനനായുടൻ ഉന്നതനായഴുമമ്പർഷനാം നൃപൻ സപ്തദ്വീപാധിപനായി പ്രജകൾക്കു കൽപ്പകശാഖിവദ്രക്ഷിച്ചിരുന്നവൻ. നിത്യൻ ജഗൽപതി നാരായണൻ പദഭക്തി മുഴുത്തു രമിച്ചവൻ തന്നെ. ശുദ്ധഹൃദയഗതി കണ്ടു മാധവൻ പ്രത്യക്ഷനായി പ്രസാദിച്ചു നിരന്തരം. ചക്രം വിധേയമാക്കിക്കൊടുത്തിടിനാൻ ഭക്തിയും മേന്മേൽ വളർന്നിതു ഭൂപനും. ഭക്തപ്രിയാനുഗ്രഹത്താൽ അതിശയമുജ്ജ്വലിച്ചിടിനാൻ അപൃഥിവീശ്വനും. ഏകാദശി വ്രതം ദീക്ഷിച്ചു ഭക്തനായി ആരൂഢസിദ്ധ്യർത്ഥ സാധ്യനായുള്ളവൻ. ലോകങ്ങളെല്ലാം അടക്കി വാഴുന്ന നാൾ ആകുലനായി ചമഞ്ഞു പാകവൈരിയും. ഇന്ദ്രപദം മമതാനടക്കിയിടുവാനിന്നവൻ ശക്തനെന്നോർത്തമരേന്ദ്രനും. ഖിന്നനായ അംബർഷ ഭൂപതി തൻ വ്രതത്തിനു ഭംഗം വരുത്തിയിടുവാനെന്തൊന്നു നല്ലതെന്നുള്ളതെന്നോർത്തു തന്നുള്ളിലുള്ളല്ലൽ ദുർവാസാവിനോട് ചൊല്ലിയിടിനാൻ. നിത്യം മമൈദ്രം പദമടക്കിയിടുവാനത്ര നരവരനംബർഷനാമവൻ. വൃത്യാ തുടങ്ങുന്നതെന്നാലിതിന്നൊരു വിഘ്നം വരുത്തുവാനിന്നെനിക്കാരൊരു മിത്രം ഭവാനൊഴിഞ്ഞെന്നിരന്നീട്ടിനേൻ. എത്രയും ചിത്രകാരുണ്യമുണ്ടാകണം ത്വൽപ്രഭാവത്താലിതെന്നു നമസ്കരിച്ച പുരുഹൂതസ്യ വാക്കുകൾ കേട്ടുടൻ ഭക്തപ്രിയ പ്രസാദാതിശയത്വമങ്ങുൾക്കാമ്പിലോർത്തറിയാതെ മുനീന്ദ്രനും വിദ്രുതം ചൊന്നാനവനും. സുരേശ്വര, തദ്വ്രതഭംഗം വരുത്തുവാനാശു ഞാൻ നിശ്ചയമേതും വിഷാദിയായി എന്നുടനാശ്വസിപ്പിച്ചമരേന്ദ്രനെ സാദരം. നന്നായനുസരിപ്പിച്ചവനീശ്വരൻ തന്നുട മുമ്പിലാം മാറെഴുന്നള്ളിനാൻ. മുന്നം മഹേശ്വരൻ തൻ പ്രസാദത്തിനാൽ ഉന്നതനാം മുനിക്കുണ്ടൊരനുഗ്രഹം. വല്ലവരോടും പിണങ്ങി നിന്നാലവർക്കുള്ള തപോബലം പാതിയിങ്ങായി വരും. കില്ലില്ലതിനെന്നതോർത്തോർത്തു മേദിനി വല്ലഭൻ മുമ്പിലാം മാറു ചെല്ലും വിധവും. ദ്വാദശി പാരണ ചെയ്യുവാൻ ഭഗവാങ്കൽ പൂജാവിധി വഴിയേ നരേന്ദ്രോത്തമൻ താനൊരുമിച്ചിളവങ്ങെഴുന്നള്ളിയ മീനധ്വജാന്തകാംശോത്ഭൂതനെ ദ്രുതം കണ്ടതിരേറ്റു വന്ദിച്ചുടനെ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നിരുത്തി ക്ഷണിച്ചീട്ടിനാൻ. നീരാടി വീണ്ടും നിയമങ്ങളും മുടിച്ചാരൂഢമോദാലെഴുന്നള്ളുക ഭവാൻ. ത്വൽപൂജയും കഴിച്ചർപ്പിച്ചമൃതവും തൃപ്തി വരുമാറശിച്ചു വേണം മമ ഭുക്തി തദ്വാദശി പൊയ്ക്കഴിയും മുമ്പേ. നിത്യാദി ഭൂപതീന്ദ്രോക്തികൾ കേട്ടുടൻ ബദ്ധമോദാലനുവാദവും ചെയ്തു താൻ മിത്രാത്മജയിൽ നീരാടുവാനായി മുതാ ഗത്വാഭി ത്രിദ്വാദശി കഴിവോളവും നിത്യകർമ്മങ്ങളും ചെയ്തിരുന്നിടിനാൻ. വൈകിയവാരേ നരേന്ദ്രൻ സുരമുഖമാകിയതേ ദേവനെ ഗവ്യങ്ങൾ കൊണ്ടുടൻ പൂജിച്ചു. തൽശേഷ സാധനം പാരണാവ്യാജം ത്യജിച്ചു ചെയ്താഹന്തമേവിനാൻ. അപ്പൊഴുതപ്പരമാർത്ഥം ഗ്രഹിച്ചതങ്ങുൾ പ്രകോപം കലർന്നിങ്ങഴുന്നള്ളിനാൻ. മാമുനീന്ദ്രനെഴുന്നള്ളിയ പോതിലത്യാനന്ദ ശാലി നരേന്ദ്രൻ തൊഴുതുടൻ ചൊന്നാൻ. മമ വ്രതഭംഗം വരികിലും ഇന്നു തിരുവുള്ളമുണ്ടാക വേണമേ. വൈകാത പൂജ പരിഗ്രഹിക്കണമെന്ന ആകാംക്ഷയാ നൃപൻ താനിരിക്കും വിധൗ. നമ്മെ ക്ഷണിച്ചു വൃഥാഫലമാക്കിനി ചെമ്മേ ഭുജിച്ചുകൊണ്ടുച്ചിഷ്ടമോ മമ ഭുക്തിക്കു. ധിക്കരിച്ചിക്രിയ ചെയ്തതിങ്ങൊക്കെ ക്ഷമിപ്പതിനാപതല്ലായ്ക്കയാൽ തദ്വ്രതശക്തിയെല്ലാം ക്ഷയിപ്പിപ്പനെന്നുൾത്താരിലേറിന കോപേന സത്വരം. തജ്ജടയൊന്നു പിടിച്ചു പറിച്ചെറിഞ്ഞുജ്ജലിച്ചങ്ങതിങ്കെന്നൊരു കൃത്യയും
വട്ടം തിരിഞ്ഞുഴന്നഗ്നികീലാസമം പെട്ടെന്ന് ഭൂപനെ നോക്കിയടുക്കുമ്പോൾ വിഷ്ണുചക്രത്തെ സ്മരിച്ചവനീശ്വരൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചളവഞ്ചസ. മധ്യേ ലലാടദേശത്തിങ്കൽ നിന്നുടനത്യരം വിഷ്ണുചക്രം പുറപ്പെട്ടത് കൃത്യതൻ കണ്ഠം മുറിച്ചു കളഞ്ഞതി വിദ്രുതം മാമുനിയോടടുക്കും വിധൗ പേടിച്ചു പാരം പരിഭ്രമത്തോടുടൻ ഓടിത്തുടങ്ങിനാനാശു ശിവാംശജൻ. കൂടെ തുടർന്നടുത്തു വിഷ്ണുചക്രവും ഓടിത്തളർന്നു മഹാമുനിയും തഥാ പാകാരി തന്നെ മുമ്പിലാം മാറു ചെന്നാകുലമെല്ലാം അവനോട് ചൊല്ലിനാൻ. തൽക്കഥയൊക്കെ നിശമ്യ നാരായണ ചക്രഭയം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ശക്തിയില്ലേതുമെനിക്കതോർത്തിങ്ങിനി നിൽക്കിലേറ്റം ഭവാനുണ്ടബദ്ധം ദൃഢം. വൃത്രാരിതൻ വചനങ്ങളിത്തം പരിശ്രുത്വാപി മൃത്യുഞ്ജയാശംസമുദ്ഭവൻ മൃത്യുഞ്ജയാംശസമുദ്ഭവൻ സത്വരമങ്ങുഴറിത്തിരിച്ചിടിനാൻ വിദ്രുതം കൂടെയടുത്തിതു ചക്രവും. ആത്രേയനാശു സുസംഭ്രമസംയുതം ആസ്തയാ ചെന്നു വിസപ്രസൂനാസ്ഥിതം നേത്രേന്ദ്രിയാർത്ഥനായ ശ്വത്തപത്രവൽഗാത്രഹൃദയനായി വന്ദിച്ചു ചൊല്ലിനാൻ. കാൺക ദുരിതമഹോ മമ പത്മജ, ഞാൻ കാൺമതിന്നു പോയി ചെന്നേൻ അയോധ്യയിൽ. വാഴും നരവരനമ്പർശനെ പൊഴുതാഴിയ മാനസഭക്ത്യാ തൊഴുതുടൻ ദ്വാദശിക്കെന്നെ ക്ഷണിച്ചാൻ കുളിച്ചു ഞാൻ. ആദരാൽ നിത്യകർമ്മങ്ങളും ചെയ്തുടൻ ചെന്നിടുവാൻ കുറഞ്ഞൊന്നു വൈകീടിനേനന്നവനങ്ങുടൻ പാരണയും ചെയ്താൻ. പിന്നെ ഞാൻ ചെന്നളവുണ്ടായ അവസ്ഥകൾ എന്നുള്ളിലാമാർ അറിഞ്ഞവനീശ്വരൻ തന്നോടു ചെറ്റുകോപം വളർന്നഞ്ചസ ചൊന്ന വചനങ്ങൾ കേട്ടു ധിക്കാരവും തന്നുള്ളിലുൾക്കലർന്നേറും കുപിതനായി നിന്നളവംബർഷനാമവൻ തന്നെ നെറ്റിത്തടത്തിങ്കൽ നിന്നു പുറപ്പെട്ടു തെറ്റെന്നടുത്തു തൃച്ചക്രവുമിങ്ങനെ വേഗാലെരിഞ്ഞടുത്തിടും സുദർശന വേഗഗതി കണ്ടു ഭീതി കലർന്നഹോ. പാരം ഭയപ്പെട്ടു വാങ്ങി നിന്നിടിനേൻ. നേരെ തുടർന്നടുത്തു വിഷ്ണുചക്രവും മേദിനീ ചക്രം മുഴുവനുഴന്നു ഞാൻ ആധി കലർന്നു പാഞ്ഞാവതില്ലായ്കയാൽ. ചെന്നു പുരന്ദരനോടു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ പറഞ്ഞു നിന്നിടിനേൻ. വന്നടുത്തു ദഹിച്ചിടുവാൻ ചക്രവും എന്നതു കണ്ടു പുരന്ദരൻ ചൊല്ലിനാൻ. നിന്നിനിയും കാലം ഇവിടെ കളയാതെ ചെന്നരവിന്ദജനോട് ചൊല്ലിയിടുവാൻ. തന്നുള്ളിലും ഭയം ചേർന്നമരേന്ദ്രനി ചൊന്നതു കേട്ടറിഞ്ഞിങ്ങു പോന്നീടിനേൻ. പെട്ടെന്നിവണ്ണം വിറച്ചങ്ങിടമിടർ പൊട്ടിയ വാച തൊഴുതുടൻ ദൃഷ്ടാ പരിഭ്രമിക്കുന്നവനോടകപ്പെട്ട പരവശമെല്ലാം അറിഞ്ഞുടൻ പത്മോദ്ഭവനും ചിരിച്ചരുളി ചെയ്താനിപ്പേടി പോക്കുവാനളല്ല ഞാനെട്ടോ. വിശ്വംഭരാനുഗ്രഹമൊഴിഞ്ഞേതുമേ വിശ്വസൃക്കാമെനിക്കില്ലൊരന്യാശ്രയം. ശശ്വൽ പരബ്രഹ്മമൂർത്തി സനാതനൻ വിശ്വംഭരൻ പരിപാലിക്കുമൊക്കെയും. പൊയ്ക്കൊള്ളുക വേണം ഭവാനിങ്ങു നിന്നിടർ തീർക്കാമതെന്നു നിനച്ചു വൈകിക്കേണ്ട. തീക്കണ്ണരോട് പറക പക്ഷേ പുനരായിക്കൊള്ളുക ശേഷമരുൾ ചെയ്ത വണ്ണമേ. വാക്കുകളിത്തം വിധിവദനാൽ കൃതം കേൾക്കായളവിൽ മുതിർന്ന് സുദർശന ഭീത്യാ മുനീന്ദ്രനും പാഞ്ഞു തുടങ്ങിനാനാർത്തി മുഴുത്തു കൈലാസശൈലത്തോളം പോയിച്ചെന്നു. ഗോപുരവും കടന്നങ്ങു സർവാശ്ചര്യമോഹനമായ ദിവ്യസ്ഥലേ ഭൂതസമുദയ മധ്യേ ഗുഹഗണേ ശാദികളോടു സുഖേന മഹേശ്വരൻ പാർവതിയാൽ അനുകൂല പ്രസംഗിയായി മേവും വിധൗ തിരുമുമ്പിലാം മാറുടൻ ചെന്നു തൊഴുതു നമസ്കരിച്ചന്തികെ നിന്നു തുലോം ഭ്രമിച്ചമ്പരന്നൊക്കവേ.
നീളച്ചുഴന്നു നോക്കിത്തുലോമന്തികെ കാളി നിന്നാശു ചൊല്ലിയിടിനാനീശജൻ. കേളിതു കാണൊരു ചക്രം നരവരൻ നാളീക ബാന്ധവ വംശസമുദ്ഭവൻ. കേളിയേറിയിടുമമ്പർശനയച്ചെന്നെ നീളയാട്ടിക്കൊണ്ടു പാഞ്ഞു നടക്കുന്നു. ഞാനെന്തു വേണ്ടതിനെന്നരുൾ ചെയ്ക ദീനാനുകമ്പിനെ നിത്യം നമോസ്തുതേ. ഏവം ജളത പിണഞ്ഞു മഹാമുനി ദേവദേവൻ തിരുമുമ്പിൽ വന്നിങ്ങനെ കേവലം നിന്നുണർത്തിച്ചതു കേട്ടുടൻ. ഏവം ഭവിപ്പതിനെന്തൊരു കാരണം നേരെ പറകെന്നരുൾ ചെയ്തതു കേട്ടു മാരാരിയോടു തൊഴുതു ചൊല്ലിയിടിനാൻ. ദേവദേവേശ പുരഹര ശങ്കര പാർവതീ വല്ലഭ പാഹി നമോസ്തുതേ. ഇന്ദ്രപദമടക്കിയിടുവാനായി ധരണീന്ദ്രനാം അംബർഷനേകാദശി വ്രതം ചെമ്മേ തുടങ്ങിന നേരത്തറിഞ്ഞുടൻ ദുർമനസാ വന്നു നമ്മോടതിന്ദ്രനും. ചൊന്നാനതാവശ്യമില്ലെന്നു ചൊല്ലുവാൻ ചെന്നേനഹോ നരേന്ദ്രാലയം തന്നിൽ ഞാൻ. മന്നവൻ അപ്പൊഴു തന്നെ ക്ഷണിക്കയാൽ അന്നോദനത്തിനു ഞാൻ തുടങ്ങും വിധോ. മധ്യേ ലലാടദേശാന്തരാൽ നിന്നയോ ധ്യാതി പങ്കേന്നു. ജനാർദ്ദനൻ തന്നുട ചക്രം ജ്വലിച്ചുയരുന്നതു കണ്ടു ഞാൻ. ഉൾക്കാമ്പിലെത്രയും ഭീതി പൂണ്ടെങ്ങുമേ നിൽക്കരുതാഞ്ഞവനിസ്ഥലത്തിങ്കലങ്ങൊക്കെ എല്ലാടവും ഓടി ദ്രുതം. ദേവേന്ദ്രനോടു നിനക്കു വേണ്ടിച്ചെന്നു കേവലമിങ്ങനെയായി ചമഞ്ഞോരഴൽ പോവതിനായി ശ്രമിക്കെന്നു ചൊല്ലിയിട്ടിനേൻ. ആവതില്ലിങ്ങനിക്കെന്നവനാട്ടിനാൻ വേധാവിനും കഴിവില്ലെന്നു കേട്ടു സർവാധാരഭൂതനായുള്ള ഭവാനുടെ പാദാരവിന്ദം ശരണമെന്നോർത്തുകൊണ്ടാദിനാഥ പ്രഭോ വന്നേനിവിട ഞാൻ. പാലയ പാലയ മാമിനീം നിത്യമിത്യാലപ്യവാണികൾ തസ്യാംശ സംഭവൻ ചൊന്നതു കേട്ടു പരമാർത്ഥമൊക്കവേ തന്നുടയുള്ളിലറിഞ്ഞു മഹേശ്വരൻ. കുന്നിൻ മകൾ തൻ മുഖാംബുജം പാർത്തുകൊണ്ടന്യൂന ചിന്താവശനായരുൾ ചെയ്താൻ. നിന്നുടെ ദുർഗർവം കൊണ്ടു ചെന്നേറ്റു വന്നെന്നോടു മാം പരിപാഹീതി ചൊല്ലിയാൽ നിത്യമഴകോടു രക്ഷിച്ചരുളുന്ന സത്യസ്വരൂപി സനാതനൻ തന്നുടെ ചിത്തകോപത്തെയും ചക്രത്തെയും എനിക്കുൾത്താരിലോർത്താലടക്കാവതല്ലടോ. ചെന്നങ്ങു പാലാഴിപുക്കഖിലേശ്വരൻ തന്നോടു ചൊൽകയല്ലാതെ മറ്റേതുമേ നമ്മാലിതിന്നു കഴിവില്ല എന്നങ്ങു ചെമ്മേ മഹേശ്വരൻ താനരുൾ ചെയ്തപ്പോൾ ചെന്നു പാലാഴിപുക്കംബുജ നേത്രനെ വന്ദിച്ചുണർത്തിച്ചഖിലേശ്വരൻ പരൻ. പന്നകശായി താനെന്തെന്നതെന്ന ഉന്മുഖരന്നേരമുണ്ടായ അവസ്ഥകളൊക്കവേ മന്ദേതരമുണർത്തിച്ചാനതൊക്കെയും ഇന്ദിരാവല്ലഭൻ കേട്ടരുളി ചെയ്താൻ. നന്നെന്നോടിതെല്ലാം പറഞ്ഞു നീ നിന്നാലെനിക്കിതിന്നാവതില്ലേതുമേ. ചൊന്നാലും അംബർഷനോടു തന്നെ ഭവാൻ ചെന്നാലും അങ്ങവനല്ലാതെ മറ്റിതു നീക്കാവതിന്നൊരു ഭൂതരുമില്ലതുണ്ടാക്കിയവനി അഴിപ്പാനുമെന്നുണ്ടല്ലോ. പൊയ്ക്കൊള്ളുക വേണമെന്നെല്ലാം അരുൾ ചെയ്തു സാക്ഷാൽ മുകുന്ദനുറക്കം തുടങ്ങിനാൻ. പോയങ്ങു ചെന്നു ദുർവാസാവും അംബർഷനായ മഹീപതിയോടരുളി ചെയ്താൻ. ഭൂപാല വംശശിഖാമണേ മൽപരിതാപമൊഴിച്ചെന്നെ രക്ഷിച്ചു കൊൾക്കടോ. ഞാൻ അറിയാതെ ഭവാനോട് ചെയ്തതു മാനസേ നീ താൻ ക്ഷമിച്ചരുളേണമേ. സാധുക്കൾ നിത്യമഹിംസകന്മാരല്ലോ ബാധ നിനക്കിനി ഏതുമുണ്ടായി വരാ. ദേവേന്ദ്രനൈന്ദ്ര പദമടക്കും ഭവാനി വണ്ണമേകാദശി തുടങ്ങിയിടുകിൽ കാലേ ഭവാനതു നീക്കേണമെന്നുടനാലസ്യ ഭാവമോടാശു ചൊല്ലിയിടിനാൻ. ഞാൻ അവനിൽ കൃപ പൂണ്ടതു ചെയ്തതൻ മാനസേ ഭോഷത്വമത്രേ നിനച്ചതും.
ഇന്നറിഞ്ഞിടിനേൻ എന്നെ രക്ഷിപ്പാൻ മതിയിന്നു നീ തന്നെ. വൈകാതെ ചക്രമടക്കുക നീ മമ വൈകാര്യഭീതി അടക്കുക ഭൂപതേ. കേവലമേവം പലവിധം ചൊല്ലിയും ഭാവേ പരിഭ്രമം തേടിയും മാമുനി നിന്നതു കണ്ടകമേ ബഹുദേവു പുണ്ടുന്നതനായ നാഭാഗതനയനും ചൊന്നാനപരനായുള്ളടിയനെയും എന്നല്ലിതെന്നുട സർവവസ്തുക്കളും ചന്ദ്രചൂടാംശകനായ ഭവാനെയും ഇന്ദ്രനെ തന്നെയും ത്രൈലോക്യമൊക്കെയും തന്നുട മായയാ സർവവും താനായി നിന്നു സദാ പരിപാലനം ചെയ്വവൻ നാരായണൻ. പരിപാലയ ദൈവമേ കാരണപുരുഷ കാമദാന പ്രഭോ രാമ രമാരമണ ത്രിലോകീപതേ. ശ്രീ മഹാവിഷ്ണോ നമസ്തേ നമോസ്തുതേ. നിന്നുട സർവായുധങ്ങളാകുന്നതും ഇന്ദ്രാദിലോകപാലകന്മാർ നിരന്തരം. എന്നാൽ അതിൽ വെച്ചു തൃച്ചക്രമാകുന്നതിന്നതെന്നിങ്ങ അറിഞ്ഞില്ലെന്നിരിക്കിലും. എന്നെക്കുറിച്ചു തിരുവുള്ളമുണ്ടാകിൽ എന്നിലാം മറങ്ങടങ്ങി നിൽക്കേണമേ. മുന്നേ കണക്കേ നമസ്തേ നമോസ്തുതേ. മന്നവനിത്തം വണങ്ങി സ്തുതിക്കുമ്പോൾ വന്നിങ്ങവനുടെ നെറ്റിത്തടം തന്നിൽ തന്നെ ലയിച്ചിദാഹന്ത തൃച്ചക്രവും ഖിന്നത തീർന്നങ്ങു നിന്ന മുനീന്ദ്രനെ ചെന്നു നമസ്കരിച്ചാൻ നരപാലനും. സത്കാരപൂർവേണ നിന്ന നൃപതിയിൽ ഉൾക്കാമ്പിലാനന്ദമുൾക്കൊണ്ടു മാമുനി മുഖ്യനതെല്ലാം പരിഗ്രഹിച്ചേറ്റവും വിഖ്യാതനായി വരികെന്നുടനാശയും ചെയ്തു യഥാകാമമങ്ങെഴുന്നള്ളിനാൻ കൈതവമെന്നിയെ ശ്രീ ദുർവാസാവുതാൻ. ഇത്യേവമംബർഷോപാഖ്യാനമെത്രയും ഭക്തിയാ പഠിക്കലും ചൊൽകിലും കേൾക്കിലും ഭക്തപ്രിയ പ്രസാദത്താൽ അനുക്ഷണം ഭക്തിയും മുക്തിയും സിദ്ധിക്കുമേവനും. വിഷ്ണു ഭഗവാൻ വിരിഞ്ചാതിവന്തിതൻ കൃഷ്ണനെ ധ്യാനിച്ചു കൊൾവിനെല്ലാവരും. നല്ലതതുകൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ഇല്ല വരുത്താവതാർക്കുമൊരിക്കലും. നല്ലവണ്ണം വരുത്തേണമേ ദൈവമേ വല്ലായ്മയെല്ലാം ക്ഷമിച്ചരുളേണമേ. തുല്യതരമാത്മഭിന്നഗ്രഹങ്ങളും ഉള്ളിലൊരുമിച്ചു നിന്നു തോന്നേണമേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.